നേരത്തെ നിശ്ചയിച്ചതിലും 2 മണിക്കൂർ വൈകി രാവിലെ 10:30ഓടെയാണ് ആദ്യ കോച്ച് മുട്ടം യാർഡിലേക്ക് നീക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത്. മറ്റ് 2 കോച്ചുകൾ ഉച്ചയ്ക്ക് 12:30ഓടെയും എത്തിച്ചു. ഗതാഗത നിയന്ത്രണത്തിനായുള്ള ക്രമീകരണങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിച്ചു. കോച്ചുകൾ കടന്നുവന്ന വഴികളിൽ കാത്തുനിന്നവർ ആർപ്പു വിളികളോടും മുദ്രാവാക്യം വിളികളോടുമാണ് കോച്ചുകളെ എതിരേറ്റത്. യാർഡിലെത്തിച്ച 3 കോച്ചുകളിൽ ഒന്ന് ഇന്ന് തന്നെ ട്രെയിലറിൽ നിന്നിറക്കി പരിശോധനകൾക്കായുള്ള പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റും. മറ്റുള്ളവ നാളെ രാവിലെ മാറ്റും. തുടർന്നുള്ള 10 ദിവസത്തോളം ബ്രേക്കിംഗ്, ഇലക്ട്രിക്കൽ അടക്കമുള്ളവയുടെ ശാസ്ത്രീയ പരിശോധനകൾക്ക് കോച്ചുകൾ വിധേയമാകും. പരീക്ഷണ ഓട്ടം നടത്തുന്നതിനായുള്ള വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക എഞ്ചിനും ക്രമീകരിച്ചിട്ടുണ്ട്. 23-ന് നടക്കുന്ന പരീക്ഷണ ഓട്ടം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്യും. മുട്ടം യാർഡിലെത്തിയ മെട്രോ കോച്ചുകൾ വിവിധ പരിശോധനകൾക്ക് വിധേയമാകും. കൊച്ചി മെട്രോയുടെ ആദ്യ ചൂളം വിളിക്ക് ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം പ്രേംലാൽ, മീഡിയ 1, കൊച്ചി.